ഒരു സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഡയറക്ടേഴ്സിനോട് പറയേണ്ടി വന്നിട്ടുള്ളത്, എന്നെക്കൊണ്ട് ഫ്ലാഷ് ബാക്ക് പറയിക്കില്ല കേട്ടോ, ഞാൻ കുറേ സിനിമയായി, ഇനി ഇതിൽ ഫ്ലാഷ് ബാക്ക് പറയില്ല. എന്നിട്ട് അതിൻ്റെ അവസാനം കരയുക എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ കാണുമ്പോൾ തന്നെ ആളുകൾ തുടങ്ങുന്നത് ഇപ്പം ഫ്ലാഷ് ബാക്ക് പറഞ്ഞു തുടങ്ങുമേ എന്ന് പറയും. അങ്ങനെ ചില ആളുകളോടൊക്കെ പറയേണ്ടി വന്നു. പക്ഷെ ഇതിനകത്ത് ഇദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതല്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ എന്തൊക്കെ രസകരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫാമിലി ഉണ്ട്, ആ ഫാമിലിയും എൻ്റെ ഫാമിലിയായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തനായ സിനിമാ നടനാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ സിനിമാ നടന്മാരെ പരിചയമുണ്ടോ? ഇങ്ങനത്തെ എന്തായാലും മനോജല്ല അല്ല, നിങ്ങൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് വന്ന് ഫാമിലിയോടുകൂടി വന്ന് കാണാവുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് ഇപ്പം ഞാൻ ഇതിൻ്റെ ഡയറക്ടർ ആയതുകൊണ്ട് ഇതിനകത്ത് എന്താ പറയുക, ത്രില്ലറാണെന്നോ സസ്പെൻസോ അങ്ങനെയൊന്നും പ്രതീക്ഷ വരാറില്ല. ഇതൊരു ഫൺ സിനിമ, ഒരു എൻ്റർടൈനർ, ഒരു ഹ്യൂമർ ബേസ്ഡ് സിനിമയാണ്. കുറേ കാലത്ത് ഈ ത്രില്ലർ ജീവിതത്തിന് ശേഷം വീണ്ടും ഈ ജോണറിലേക്ക് തിരിച്ചു വന്നേക്കാണല്ലോ, ഒരു ഹ്യൂമർ. ഇപ്പം എന്താ തോന്നുന്നത്, റിലാക്സ്ഡ് ആണോ? തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ടൈമിലാണ് ഞാനത് എൻജോയ് ചെയ്തത്. ഇപ്പോഴല്ല റിലാക്സ്ഡ്, അതിൻ്റെ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ്, അപ്പം അറ്റ്മോസ്ഫിയർ എല്ലാം വ്യത്യാസമുണ്ട്. കാര്യം ഞങ്ങളിപ്പോൾ നേര് ചെയ്യുമ്പോഴും ഞങ്ങൾ തമാശ ഒക്കെ പറയുമെങ്കിലും ഇത് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ഇത് വേറൊരു മൂഡിലാണ്. പിന്നെ ഇത് ഫുൾ നൈറ്റായിരുന്നു, മജോറിറ്റി നൈറ്റായിരുന്നു. അതുകൊണ്ട് ഈ വഴിയിൽ പാലത്തിലൊക്കെ ആരുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു വണ്ടി പോകും, അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ എൻജോയ് ചെയ്തൊരു ഷൂട്ടാണ്. പിന്നെ എനിക്ക് ഇവരുടെ കൂടെ എനിക്ക് അധികരിക്കാം. ഞാൻ ഡയറക്ടർ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ഇവർ പുറകിൽ നിന്ന് ചിരിയൊക്കെ കേൾക്കാം. ഇവരെല്ലാം കൂടെ കൂടുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ കിടന്നിട്ട് ടടോ എന്ന് വിളിച്ചിട്ട് അപ്പൊ ഇങ്ങനെ എന്തായിരിക്കും അവിടെ പറഞ്ഞതെന്നുള്ളത് ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു കിട്ടും. അപ്പൊ ബേസിക്കലി പിന്നെ ഒരു പുതിയ ആൾക്കാരുമായിട്ടും ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ബിനു ഉണ്ട്, പിന്നെ ഞാനും ബേസിലുമായിട്ട് ആദ്യം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു പുതിയ ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, പുതിയ ഒരു എന്താ പറയാ, അതൊരു പുതിയ അനുഭവമാണ്. അപ്പം എല്ലാ രീതിയിലും എനിക്ക് ഞാനൊരു ഭയങ്കര ഒരു റിലാക്സ്ഡ് ഇതായിരുന്നു. പൊതുവെ അങ്ങനെ ആയിരിക്കുമല്ലോ, ഇപ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലറോ ഒരു ക്രൈം ത്രില്ലറൊക്കെ എഴുതുമ്പം അനുഭവിക്കുന്ന ഈ സിനിമയിലേക്ക് വരുമ്പം മൊത്തത്തിൽ ആ ഒരു റിലാക്സേഷൻ. അതേ മേഡം, എല്ലാ സിനിമ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര സീരിയസ് നല്ല, അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ലാൽ സാറിൻ്റെ കൂടെ നേരെ ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ജോക്ക് അടിക്കും, ഞാനിവിടെ വന്ന് അതുണ്ട്. പക്ഷെ ഇതല്ല, ഇവർ പെർഫോം ചെയ്യുമ്പോഴും ഇപ്പുറം വരുമ്പോഴും എല്ലാം ഒരു ഭയങ്കര ഫണ്ടും ഇതുമാണല്ലോ, വേറെ ടോട്ടലി വേറൊരു മൂഡാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് സുഖമായി. ഇപ്പം ഇവർക്കൊക്കെ ഒരു ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റും ഒരു ഇതുമില്ലേ, അതുപോലെ തന്നെയാണ് നമുക്കൊരു ഡിഫറെന്റ് ജോണർ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ത്രില്ലറിനല്ല, എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഒരേ പാറ്റേൺ ഷോട്ടും അതും ഇതും ബിൽഡപ്പ് ഷോട്ട് അത് അങ്ങനെയൊക്കെ. ഇതിനങ്ങനെയല്ല, കുറച്ചുകൂടെ വലിയ എടുത്ത് വരട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു ഫ്രെയിം, ഒരു സ്പേസ് കൊടുത്തിട്ട് ഇവരെ അങ്ങ് പെർഫോം ചെയ്യാൻ വിടുക. പിന്നെ ഇതിനകത്ത് ഹ്യൂമർ സിനിമ കൂടുതൽ ഇന്ററാക്ഷൻ ഉണ്ട്. ഇവര് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ, കുറച്ചുകൂടെ ഇംപ്രൂവൈസേഷൻ കൂടുതലുണ്ട്. നിങ്ങൾക്കിപ്പം സിദ്ദീഖ് എങ്ങനെയായിരുന്നു, അതായത് ഈ പറഞ്ഞ പോലെ ഒരു ഫ്രെയിമിംഗ് വെച്ച് നിങ്ങൾ അഴിഞ്ഞാടാൻ വിടുന്നത് പണ്ടൊക്കെ പറഞ്ഞു കേൾക്കുമല്ലോ, നിങ്ങൾ എന്താ ചെയ്തോന്ന് ആ ഒരു മൂഡായിരുന്നോ? അല്ല, എന്താ വെച്ചാൽ ചെയ്തൊന്നുമില്ല. ഇത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം. ഇത് ജിത്തു പറഞ്ഞ് അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ ചോദിക്കുന്ന ചില സംഭാഷണങ്ങളിൽ മാത്രം ചില മാറ്റങ്ങൾ വരുത്തി ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇത് ഉഷമാർ എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ നൂലഴ വിട്ടുപോകാതെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ തമാശകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു തമാശ പറയുമ്പോൾ എന്നാൽ പിന്നെ ഇങ്ങനെയും കൂടെ അങ്ങ് പറഞ്ഞോട്ടെ എന്ന് അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ കുറെ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അഴിഞ്ഞാടാൻ വിടുന്ന രീതിയിലൊക്കെ പോകേണ്ട അങ്ങനത്തെ ഹ്യൂമർ അല്ല. ചില സീക്വൻസസിൽ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയാ, ഒന്ന് കൊഴിപ്പിക്കാനും പിന്നെ ഒന്ന് അഴിഞ്ഞ് ചെയ്യാനും ഒക്കെ പറ്റും. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ഇംപ്രൂവൈസേഷൻ നമ്മൾ അനുവദിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഓരോ സീനും എങ്ങനെയാണെന്നും നല്ല കൃത്യമായ ഒരു ധാരണയോടുകൂടി തന്നെ എടുത്തിട്ടുള്ള സിനിമകളാണ്. മറ്റ് ചില ഹ്യൂമർ സിനിമകളിൽ അങ്ങനെയല്ല. ഇപ്പൊ ക്ലൈമാക്സ് മാത്രം എഴുതി വെച്ചിട്ടുള്ള പടങ്ങളിലും ഞങ്ങൾ പോയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ ചെന്ന് എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഇങ്ങനെ പറഞ്ഞൊക്കെ ചെയ്യേണ്ടി വരും. ആണല്ലേ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് മുമ്പ്. പക്ഷെ അത്ര സിനിമകൾക്ക് അത്ര റിസൾട്ടേ ഉണ്ടാവാറുള്ളൂ. ഇതല്ല, ഇത് ഒരു ആദ്യമധ്യാന്തം എങ്ങനെയായിരിക്കണം, കഥ എങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടണം എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായ ധാരണയുണ്ട്. പിന്നെ ഞാനും മനോജൊക്കെ ഇതിന്റെ സ്ക്രിപ്റ്റ് കൃഷ്ണകുമാരൻ നെറേറ്റ് ചെയ്യുന്നത് കേട്ട് തന്നെ ഒരുപാട് ചിരിച്ചിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് അതിനെപ്പറ്റി നല്ല കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് സിനിമ മൊത്തം അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ
അത് ഇങ്ങനത്തെ ഒരു സംഗതി കയ്യിൽ കിട്ടുമ്പോൾ നമുക്കും ഒരു ഭയങ്കര ആവേശമായിരിക്കില്ല അതെ, ഇതൊക്കെ അതെ, ചെയ്യാനൊക്കെ അതെ. ആയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പം ജിത്തു ജോസഫ് എന്ന ഡയറക്ടറുടെ ആദ്യമായിട്ടാണല്ലോ അതെ അസോസിയേഷൻ. അതെ തീർച്ചയായിട്ടും അതെ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര സന്തോഷമുണ്ട് വർക്ക് ചെയ്യാൻ സാധിച്ചത്. കാരണം ജിത്തു എന്ന് പറയുന്നത് വളരെ എൻ്റെ മനസ്സിലുള്ള ഒരു ഇമേജ് ഭയങ്കര സീരിയസ് ഡയറക്ടർ, അങ്ങനത്തെ തന്നെയാണ് ആള്. പക്ഷെ ഈ സെറ്റിൽ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ഓരോ സീൻ ചെയ്യുമ്പോഴും ഞങ്ങളുടെ ഒപ്പം നിന്ന് ഡയറക്ടർ പട്ടമൊക്കെ മാറ്റി വെച്ച് പുള്ളിയും ചിലപ്പോൾ അതിലൂടെ പെർഫോം ചെയ്യുന്നുണ്ട്. ആ ചേട്ടൻ്റെ ഡയലോഗ് പറയും, ഇങ്ങനെ പറ, അപ്പോൾ അങ്ങനെ അദ്ദേഹം അത് പെർഫോം ചെയ്യും. അങ്ങനെ ഒരു ഡയറക്ടറെ ഇവിടെ കണ്ടിട്ടില്ല. മോണിറ്ററിന്റെ ബാക്കിൽ പോയിരുന്ന ആക്ഷൻ പറയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഡയറക്ടർ ഫീൽ ചെയ്തിട്ട്. അതുപോലെ അത്രയും ഹാപ്പി ആയിട്ട് ഭയങ്കര സൗഹൃദത്തിലാണ് ഈ ഇത് ഞങ്ങളെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ആക്ടേഴ്സിനും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മാക്സിമം കോൺട്രിബ്യൂഷൻ ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഭയങ്കര ഫ്രീഡം ആയിരുന്നു. പിന്നെ സ്ഥിതി പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റിൽ അത്രയും വളരെ കൃത്യമായിട്ടുള്ള എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളങ്ങ് അതങ്ങ് ചെയ്തു പോയാൽ മതി. ഹ്യൂമറിന് വേണ്ടി നമ്മളൊന്നും കാട്ടിക്കൂട്ടേണ്ട ആവശ്യങ്ങളില്ല. ഇതിൻ്റെ അത് മുഴുവൻ സിറ്റുവേഷൻസ്, ഓരോ സിറ്റുവേഷനിൽ ഓരോ ക്യാരക്ടർ അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് ഹ്യൂമറിലൂടെ അവർക്ക് അബദ്ധം പറ്റിയതാവാം, അവർ ഒരു നുണ പറഞ്ഞിട്ട് അതിൽ വന്ന് പെട്ടുപോയതായിരിക്കാം. പക്ഷെ അതെല്ലാം പ്രേക്ഷകന് അത് ഭയങ്കര ഹ്യൂമറായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങൾ അതിനു വേണ്ടി പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്തിട്ടില്ല. ആ രീതിയിലാണ് എൻ്റെ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തിരിക്കുന്നത്, അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ക്രിപ്റ്റിൽ വരാൻ സാധിച്ചു. പ്രത്യേകിച്ച് ജിത്തുവിൻ്റെ ഡയറക്ഷനിൽ എനിക്ക് വരാൻ സാധിച്ചു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ജിത്തുവിൻ്റെ ഒരു സിനിമയിൽ വരണമെന്ന്. അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഒരു കോംബോ ഉണ്ടല്ലോ, ഇപ്പൊ ബൈചേട്ടനാവട്ടെ, ബേസില്, ഗ്രേസ്, ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ ഒരു ആളുകളുണ്ടല്ലോ ഇതിനകത്ത്. ആ ആർട്ടിസ്റ്റ് ഇപ്പം താങ്കളുടെ പല സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. അപ്പൊ ഇതിലേക്ക് വന്നപ്പോൾ ഇവരൊക്കെ തന്നെയായിരുന്നു ഫസ്റ്റ് തോട്ടിലും. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കാസ്റ്റിംഗ് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മൾ കാസ്റ്റിംഗ് സിനിമ നമ്മൾ ചെയ്ത് നമ്മൾ കാണുകയാണ് ഡബിങ് എല്ലാം കഴിഞ്ഞപ്പോൾ. ഇപ്പൊ നമുക്ക് തോന്നിയുണ്ടല്ലോ ചില സമയത്ത് നമ്മുടെ കാസ്റ്റിംഗ് കറക്റ്റായിട്ട് വന്നെന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അത് തോന്നിയൊരു സിനിമയാണിത്. നമുക്ക് നേരിലും അത് തോന്നിയായിരുന്നു ഭയങ്കരമായിട്ട് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇതാണ്. ഇപ്പം മനോജന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഫിലിം സ്റ്റാർ ആണ്. അപ്പൊ ഒരു പേഴ്സണാലിറ്റിയും അതുകൊണ്ട് എന്നാല് ഒരു ഭാവത്താനാണ്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമ്പോൾ അതിനകത്ത് പോയി ഓരോന്നൊക്കെ കേട്ട് അതിന് പുറകെ പോകുന്നെന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയല്ല ഞാനത്. കാരണം ഇതിനകത്ത് ഇച്ചിരി അഴിഞ്ഞാടാൻ സ്പേസ് ഉള്ള ഇവരുടെ ഒരു സെക്ഷനാണ്. കാരണം അങ്ങനെയാണ് അതിന്റെ ഒരു ഇത് കിടക്കുന്നത്. പിന്നെ ബേസിലിനുമാണ്. അതേസമയം ഗ്രേസിന്റെ അങ്ങനെ അഴിഞ്ഞാടാൻ പറ്റത്തില്ല. പുള്ളിക്കാരിയുടെ സിറ്റുവേഷൻ കുറച്ചുകൂടെ സീരിയസ് ആണ്, കുറച്ചുകൂടെ ഡെസ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്യുന്നതാണ്. ഇവരുടെ ഇതിന്റെ കയ്യിലിരിപ്പുള്ളതാണ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് സിദ്ദിഖിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ തുടങ്ങുന്നത് ഒരു പ്രത്യേക രീതിയിലും അവിടുന്ന് ആ ക്യാരക്ടറിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇതിനകത്തൊരു ഫിലിം ഡയറക്ടറായിട്ട് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാനായിട്ട് വന്നത് അൽത്താഫ് ചെയ്തേക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മള് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ അപ്പൊ എന്റെ മനസ്സിൽ അന്നേരം ഉണ്ടായിരുന്നു ഒരു മെലിഞ്ഞിട്ട് അവൻ ജീവിതകാലം മുഴുവൻ ഓരോ പ്രൊഡ്യൂസറിന്റെ അല്ലെങ്കിൽ ആക്ടറെ പറഞ്ഞ് നടന്ന് മടുത്തിട്ടാണ്. കറക്റ്റായിട്ട് അൽത്താഫിൽ അതുണ്ട്, മനസ്സിലായോ? അപ്പം അൽത്താഫ് നന്നായിട്ട് ഹ്യൂമർ നോക്കി. അപ്പൊ ഇതെല്ലാം സീൻ ഓർത്തിപ്പിച്ചിരിച്ചു പറയാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് നമ്മളത് ചെയ്താണ് നന്നായി അൽത്താഫിനെ വിളിച്ചത്, നന്നായി പിന്നെ മറ്റേ സിദ്ദിഖേട്ടനെ വെച്ചത്. അങ്ങനെ നമുക്ക് തോന്നും എല്ലാവരുടെയും. അത് അത്രയും എനിക്ക് ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഇങ്ങനെ ചിരിക്കണമെങ്കിലേ എന്തോ ഓണത്തിന് ഹോസ്പിറ്റലാണ് ഞാൻ അതിനൊക്കെ വേറൊന്നും പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ച സംഗതി എന്താണെന്ന് അൽത്താഫുള്ള സീനിലാണ്. അപ്പൊ അൽത്താഫ് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ടത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന സീനാണ്. അപ്പൊ ദേഷ്യം വന്നു കഴിയുമ്പോ മനോജ് പറയും കൂടെ കാണാതിന്റെ വളിച്ച സ്ക്രിപ്റ്റ്. അപ്പൊ ഇവൻ വളിച്ചിട്ടില്ല. അത് അൽത്താഫിന്റെ ഇന്ന് വേറെ ഇങ്ങനത്തെ ഇതുണ്ടായി. ഇതുപോലെ തന്നെ നിങ്ങളെല്ലാടും പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഞാൻ പറയുന്നില്ല ഡയലോഗ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോകുമ്പോഴത്തേക്കും ചുമ്മാ സിദ്ധികരണക്ക് പോവാ, ഫ്രെയിം ഔട്ട് പോകുന്ന വഴിക്ക് ചുമ്മാ ഒരു സാധനം പറഞ്ഞു. പക്ഷെ അത് സിനിമ നമ്മളിപ്പോ അന്നേരം ഒരു രസം തോന്നി. പക്ഷെ അത് ഇത് കഴിഞ്ഞപ്പോ ഭയങ്കര ഹോളിവുഡിലേക്ക് എങ്ങനെ അന്നേരം കിട്ടുന്നതാണ്. അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന സാധനമാണ്. അത് ചിലപ്പോൾ ഇരുന്ന് നമ്മൾ എഴുതിയപ്പോ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ കൊച്ചു സാധനങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ അത് വീണ്ടും
ഇതങ്ങോട്ട് ഇതിനെ സിനിമ കുറച്ചുകൂടെ വേറെ ലെവലിലേക്ക് വളരെ എത്തുന്നുണ്ട്. ഇപ്പം സാറിന്റെ സിനിമയിൽ ഒരു സ്ഥിരം സാന്നിധ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഒരു പുതിയ സിനിമയിലേക്ക് കഥയിലേക്ക് വിളിക്കുമ്പോൾ അതിൽ എന്താ നോക്കുന്നേ എന്നുവെച്ചാൽ നമ്മൾ ചെയ്ത് സ്റ്റീരിയോ ടൈപ്ഡ് ആവാതിരിക്കാന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ കുറെ മറുപടി കിട്ടും. ഓക്കെ പറയൂ. നേരത്തെ പറഞ്ഞിട്ടുള്ള ഞാനങ്ങനെ ഒന്നും നോക്കാറില്ല. എനിക്കങ്ങനെ ആരും ഒരു മോശം റോള് തന്നിട്ടുമില്ല ഇതേവരെ. എല്ലാവരും നല്ല നല്ല റോളുകളാണ് തരുന്നത്. അത് ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത് എപ്പോഴും. അല്ലെങ്കിൽ ഒരു കഥ കേട്ടിട്ട് ഞാൻ ഈ റോള് ചെയ്യില്ല അങ്ങനൊന്നും പറയാനുള്ള ഒരു അവകാശമുള്ള ആളുകളല്ല ഞങ്ങൾ. നമുക്കൊരു ജിത്തു എന്നെ വിളിച്ചിട്ട് ഈ പടത്തിൽ ശ്രദ്ധിക്കട്ടെ ഈ കഥ ഒന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് അങ്ങനെയല്ലല്ലോ പറയുന്നത്. ശ്രദ്ധിക്കട്ടെ നമ്മൾ അടുത്ത പടം തുടങ്ങുകയാണേ, അപ്പൊ പിന്നെ അങ്ങനെയല്ലേ വിളിക്കുന്നത്. അങ്ങനെയാണ് പറയാ. നമ്മൾ അടുത്ത എന്താണ് ക്യാരക്ടർ എന്ന് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത് ഞാനത് ചെയ്തോളൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലായിരിക്കും ജിത്തു എന്നെ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടുന്ന നല്ല വേഷമായിരിക്കും. ഞാൻ ചെയ്യേണ്ടത് അത് ഏറ്റവും മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളൊരു രീതി മാത്രമേ ഉള്ളൂ. എന്നാലും ഇപ്പം ഇന്നത്തെ ജനറേഷന്റെ സിനിമയാവട്ടെ മുൻ തലമുറയുടെ സിനിമയാവട്ടെ എല്ലാ സിനിമയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. അപ്പോൾ ഇങ്ങനെ സ്വയം ഇപ്പോൾ ഒരു അച്ഛൻ കഥാപാത്രം പല സിനിമയിൽ ചെയ്താൽ പല അച്ഛന്മാരായിരിക്കണം എന്ന് നമുക്കിത് തോന്നും. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത് ചെയ്തു. അപ്പൊ അതിനൊക്കെ എടുക്കുന്ന ഒരു എഫേർട്ട് അതെങ്ങനെ എന്താ ചെയ്യുക? അതാണ് നമ്മൾ മത്സരിക്കുന്നത് നമ്മളോട് തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ചൊരു സിനിമയിലെ ഒരു അച്ഛനാവരുത്. ഇപ്പം ദിലീപിന്റെ അച്ഛനായിട്ട് കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചു. ഇപ്പൊ ദിലീപിന്റെ അച്ഛനായിട്ട് വേറൊരു സിനിമയിൽ അഭിനയിച്ചു. അപ്പൊ ആകെ ആലോചിക്കുന്നത് ആ അച്ഛനെ പോലെ ആവരുത് ഈ അച്ഛൻ, ഒരു വ്യത്യാസം വേണം. അപ്പൊ അതിന് റൈറ്ററായിട്ടും ഡയറക്ടറുമായിട്ടൊക്കെ ചില കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ അവർക്കും അത് ആഗ്രഹം ഉണ്ടാവുമല്ലോ, നമ്മൾ വേറൊരു പടത്തിലെ പോലെ അവരെന്നുള്ളത് അവരും ആഗ്രഹിക്കും. അപ്പൊ അങ്ങനെ ചില നിർദ്ദേശങ്ങൾ വെക്കുകയും അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ അവരിങ്ങോട്ട് പറയുകയും ചെയ്തിട്ടൊക്കെയാണ് ഇതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നത്. അങ്ങനെ എപ്പോഴും ശ്രമിക്കാറുണ്ട്. വേറൊരു ക്യാരക്ടറുമായിട്ടൊരു ബന്ധം വരരുത്. ഇപ്പൊ നമ്മൾ ചില സിറ്റുവേഷൻസ് ഒരേപോലെ വന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ അവരോട് പറയും, അയ്യോ ഇത് ഞാൻ മറ്റേ പടത്തിൽ ചെയ്തതാണ്. ഒരു സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഡയറക്ടേഴ്സിനോട് പറയേണ്ടി വന്നിട്ടുള്ളത്, എന്നെക്കൊണ്ട് ഫ്ലാഷ് ബാക്ക് പറയിക്കില്ല കേട്ടോ. ഞാൻ കുറെ സിനിമ ഒരു കാണിക്കേണ്ട ഒരു ഫ്ലാഷ് ബാക്ക് മുഴുവൻ എന്നെ കൊണ്ട് പറയിക്കുന്ന കുറച്ച് സിനിമകൾ വന്നപ്പോൾ ചിലപ്പോൾ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. ഇനി ഇതിൽ ഫ്ലാഷ് ബാക്ക് പറയില്ല, എന്നിട്ട് അതിന്റെ അവസാനം കരയുക എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മളെ കാണുമ്പോൾ തന്നെ ആളുകൾ തുടങ്ങുന്നത് ഇപ്പൊ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു തുടങ്ങുവേ എന്ന് പറയും. അങ്ങനെ ചില ആളുകളോടൊക്കെ പറയേണ്ടി വന്നു. ഇവിടെ ഒന്നും പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മനോജ് ചേട്ടാ, നിങ്ങളെ കാണാറില്ലല്ലോ അങ്ങനെ, എന്താ വല്ലപ്പോഴും സിനിമ ചെയ്യുക, ബാക്കി വെറുതെ ഇരിക്കുക, അതാണോ? ഞാനോ? സിനിമ തോന്നണത് അല്ല, ചില സിനിമകളൊക്കെ ഞാൻ വിടാറുണ്ട്. എനിക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു സെറ്റപ്പും കഥയും ക്യാരക്ടറും അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. അതിനിപ്പോൾ മിണ്ടായിരിക്കുകയാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആളാണ്. അവിടെ പോയിട്ട് അതിനെ നന്നാക്കി എടുക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് ഒരു സംവിധായകരൊക്കെ ഒരു ഓൾറെഡി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കഥയും കഥാപാത്രങ്ങളാണ്. അവിടെ പോയിട്ട് നമ്മളൊരു പ്രശ്നം ഉണ്ടാകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വരുന്നത് അത്ര സുഖമില്ലാന്ന് തോന്നിയാൽ മിണ്ടായിരിക്കും. അതാ ചിലപ്പോൾ അതിൻ്റെതായ ഗ്യാപ്സ് എനിക്ക് വരാറുമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സിനിമകളിപ്പോൾ ജിത്തു ജോസഫ് ഒരു സിനിമയ്ക്ക് വിളിച്ചാൽ അതിനകത്ത് ക്യാരക്ടർ പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. ഒന്നും അറിയണ്ട, ജിത്തു ജോസഫ് വിളിച്ചിരിക്കുന്നത്, അത് പോയി ചെയ്താൽ മതി. അത്രയധികം വിശ്വാസമാണ് ആ സിനിമയോടും ഡയറക്ടറോടും. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾക്ക് ഒന്നും ചിന്തിക്കാറില്ല. ഇപ്പോൾ നമ്മുടെ ജോഫിൻ പ്രീസ്റ്റ്, മമ്മൂക്കാട് പ്രീസ്റ്റ് ജോഫിൻ്റെ സിനിമയുണ്ട്. അപ്പോൾ അതിലൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ ലവ്ലി എന്നൊരു സിനിമ, ദിലീഷ് കുമാർ അല്ലേ, ദിലീഷ് നായരുടെ സിനിമ. അതൊക്കെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അതങ്ങനെയുള്ള ചൂസ് ചെയ്യാൻ കാര്യം കുറച്ചെന്തെങ്കിലും നമ്മൾ ചെയ്യാത്തൊരു സംഭവങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഗ്യാപ്പ്. ഈ ഗ്യാപ്പുള്ളപ്പോ എന്താ ചെയ്യാ? ഗ്യാപ്പുള്ളപ്പോ ഞാൻ എൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ വേറെ പ്രത്യേകിച്ചൊരു പരിപാടികളൊന്നും എനിക്കില്ല. അവരുമായിട്ട് കൂടുതൽ ഇരിക്കാന്നുള്ള എൻ്റെ ഇഷ്ടം, ഫാമിലിയായിട്ട്. ഈ സിനിമയിലെ ക്യാരക്ടർ ഒരു ഹൈ എന്തായിരുന്നു കേട്ടപ്പോ? ഏതാ? ഈ സിനിമയിലേക്ക് വരുമ്പോ ഈ ക്യാരക്ടറിന്റെ ഒരു ഹൈ എന്തായിരുന്നു? ഈ ക്യാരക്ടർ കേട്ടപ്പോൾ ഞാൻ സിനിമാ നടനാണെന്ന് പറഞ്ഞു. സൂപ്പർ സ്റ്റാർഡം ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാനത് ഇതിനകത്ത് ഞാനിപ്പോൾ എന്താ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ ആലോചിച്ചു. ഇപ്പം ഞാനൊരു സിനിമാ നടനാണ്, ഞാനായിട്ട് തന്നെ ചെയ്താൽ മതിയോ? അപ്പോൾ അത് ഈസി ആയിരിക്കുമല്ലോ. കുറച്ച് കഴിക്കുമ്പോൾ ഞാൻ ഓർത്തു, ഈസി ആണോ? അല്ലല്ലോ, സിനിമാ നടനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ഇനി വേറെ കുറച്ചത് കാണിക്കണ്ടേ, സിനിമാ നടൻ എന്നുള്ള ഇമേജ് കാണിക്കണ്ടേ, അങ്ങനെ വല്ലതും ആയിരിക്കും. പിന്നെ കൃഷ്ണകുമാർ പറഞ്ഞപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ ഇതിനകത്ത് ഇദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതല്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ എന്തൊക്കെ രസകരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫാമിലി ഉണ്ട്, ആ ഫാമിലിയും എൻ്റെ ഫാമിലിയായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തനായ സിനിമാ നടനാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ സിനിമാ നടന്മാരെ പരിചയമുണ്ടോ? ഇങ്ങനത്തെ എന്തായാലും മനോജല്ല, എന്തായാലും ഞാനല്ല. അതുകൊണ്ട് എനിക്കിതൊരു വെറൈറ്റി സിനിമ.
ഇപ്പം നേര് കഴിഞ്ഞ ഉടനെ തുടങ്ങിയിരുന്നല്ലോ, നേരിൽ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നെക്സ്റ്റ് വീക്ക് സിനിമ തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ എഴുത്തിന്റെ ആ ഒരു പ്രോസസ്സിലൊക്കെ ഉള്ള ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയായിരുന്നു? പൂർണ്ണമായിട്ട് റൈറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു അല്ലെങ്കിൽ? തീർച്ചയായിട്ടും. കാരണം കൃഷ്ണകുമാർ എൻ്റെ അടുത്ത് ആദ്യം വന്നിട്ട് എൻ്റെ ഒരു നട്ഷെല്ല് പറഞ്ഞു, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ പിന്നെ അതിന്റെ ഇതങ്ങനെ പെട്ടെന്ന് കഥ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല, അതിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. പക്ഷെ കൃഷ്ണകുമാർ എന്നോട് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിനകത്ത് കുറെ രസമുള്ള സിറ്റുവേഷൻസ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വർക്ക് ചെയ്യാം. അപ്പം എന്റെ മൂത്ത മോള് ക്യാത്തി ഉണ്ടായിരുന്നു, അപ്പൊ അവളും പറഞ്ഞു. അപ്പൊ ഞാനൊരു പൾസ് അവരുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഇങ്ങനെ ചോളും ഒരു രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം കൃഷ്ണകുമാർ വർക്ക് ചെയ്യാം. അങ്ങനെ കൃഷ്ണകുമാർ അടുത്ത സ്റ്റേജിൽ അതിന്റെ ഒരു സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തു. അപ്പൊ ആ സീൻ ഓർഡർ, അപ്പൊ അതിനകത്തൊരു ഓർഡർ ഓഫ് ഇവന്റ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു ഫ്ലോ എന്താന്ന് മനസ്സിലായി, ക്യാരക്ടറൈസേഷൻ ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന്. അത് കഴിഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് വന്നു. കാരണം ഈ ഒരു ത്രില്ലർ സ്ക്രിപ്റ്റിന് സ്ക്രീൻ പ്ലേക്ക് ഒരു ഗുണം, ആ സ്ക്രീൻ പ്ലേ സെറ്റ് ആകുമ്പോൾ നമുക്കറിയാം ഓക്കെ ഈ ഇൻസിഡന്റ് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഈ ഇൻസിഡന്റ് ഇതിൽ നിന്ന് ഇതിന്റെ ഒരു എലിവേഷൻ എവിടെ നിന്നായിരിക്കും, ഇവിടുന്ന് ഇതാണ് എമോഷൻ ഇതാണ്. ഓക്കെ ഇവിടെ നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇവിടുന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഷോട്ടും ഇട്ട് വരട്ടിയ ഈ സീൻ ഓക്കെ ആവും, ഇതൊക്കെ ആവും. ഈ കോമഡി ഫിലിമിന്റെ കുഴപ്പം എന്താണെന്നറിയോ, ആ ഡയലോഗ് വരണം ആദ്യം, ആ ഡയലോഗ് ഓക്കെ ആവണം. ഈ ഡയലോഗിന് ഓക്കെ ആയി കഴിഞ്ഞ് ഈ ആർട്ടിസ്റ്റ് ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അവരുടെ മോഡുലേഷൻ, അവരുടെ ജസ്റ്റേഴ്സ്, അവരുടെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള റിയാക്ഷൻസ്, ഇതെല്ലാം ഭയങ്കര രീതിയിൽ ഇതിനെ വേറെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകും. അപ്പം ഒരു ഹ്യൂമർ സിനിമയുടെ സ്ക്രിപ്റ്റ് മാത്രം കിട്ടിയാൽ പോരാ, സ്ക്രിപ്റ്റ്. പക്ഷെ ഇതിനകത്ത് ആ സ്ക്രിപ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ ഓക്കെ നമുക്കൊരു നല്ല സോളിഡ് സാധനം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ വിശ്വാസം നമുക്ക് അവിടെയാണ് നമ്മൾ ആർട്ടിസ്റ്റിന്റെ ഒരു ഇതറിയുന്നത്. അവര് വന്ന് ഇതിങ്ങനെ അങ്ങ് പെർഫോം ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ചില സാധനമൊക്കെ ഇട്ട് അതിനെ ഹൈറ്റിലേക്ക് വേറെ ലെവലിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ നമ്മുടെ കയ്യിൽ ഒരു നല്ല സാധനമുണ്ട്. പിന്നെ നമ്മൾ ഈ കാസ്റ്റ് ചെയ്തവരിൽ നമുക്ക് വിശ്വാസമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിപ്പം മനോഹരനെ ഈ ക്യാരക്ടർ സിദ്ദിഖാരനെ ഇവരെ കേൾപ്പിക്കുന്നത്, നമുക്കൊരു വിശ്വാസമാണ് ഇത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണം പറയുന്നത് ബേസില് ഇത് എനിക്കിപ്പോ ഞാനിപ്പം സ്ഥിരമായിട്ട് ഇപ്പം ലാലേട്ടനെ വെച്ച് ഇതൊക്കെ ചെയ്തിരുന്നു. ഇത് ഈ ക്യാരക്ടറിൽ നമുക്ക് ലാലേട്ടനെ ചെയ്യാൻ പറ്റുന്നില്ല, പ്രായവും പല കാര്യങ്ങളും ഉണ്ട്. കുട്ടിത്തം മാറാത്ത ഒരു റീസെന്റ് മാരീഡ് ആയിട്ടുള്ള ഒരു പയ്യൻ, അവന്റെ ലൈഫിൽ പെട്ടെന്ന് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ ഈ വലിയ കോടികളുടെ ആസ്തിയുള്ള വലിയ ബിസിനസ് ആയിട്ട് എടുക്കേണ്ടി വരുന്നു. സൂട്ട് നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു വരവുണ്ട്, വന്നിട്ട് ഓഫീസിൽ കയറിയിട്ട് ഇവര് എന്നാ ചെയ്യുന്നത് കാണുമ്പോഴാണ് അതിനകത്ത് അവന്റെ ഹ്യൂമർ, അവന്റെ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ നമുക്ക് മനസ്സിലാകും. അതാണ് ക്യാരക്ടർ. അതിനെ പറ്റിയ ഒരാളെ നമ്മൾ കണ്ടെത്തി അങ്ങ് കാസ്റ്റിംഗ് കൂടെ കഴിഞ്ഞപ്പോ നമ്മളിതായി. പിന്നെ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ വീണ്ടും നമ്മളിതായി. ഓരോ സ്റ്റേജസിൽ നമ്മുടെ കോൺഫിഡൻസ് കൂടി വരുവാണ്. മനസ്സിലായോ? ഡബിൾ പോസിറ്റീവ് കണ്ടപ്പോഴുള്ള ഫീൽ അല്ല വിത്ത് മ്യൂസിക് ഞാൻ കണ്ടപ്പോ. അപ്പൊ എന്നോട് ശ്രദ്ധിക്കാൻ മ്യൂസിക് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന്റെ മ്യൂസിക്കിന് വേണ്ടി തന്നെ കുറെ ടൈം സ്പെൻഡ് ചെയ്തു. ഒരു ത്രില്ലർ സിനിമയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് എനിക്ക് ജഡ്ജ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് എനിക്കും ജഡ്ജ്മെന്റിന്റെ പ്രശ്നമുണ്ട്. ഒന്നാമത് ഞാൻ കുറെ നാളിന് ശേഷമാണ് ഹ്യൂമർ ചെയ്യുന്നത്. പിന്നെ ഹ്യൂമറിന്റെ തന്നെ ഒരു പുതിയ ജനറേഷൻ്റെ ഒരു ടേസ്റ്റിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയ ഹ്യൂമർ ഇപ്പൊ അങ്ങനെ വർക്കൗട്ട് ആവില്ല, തമാശയ്ക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല അങ്ങനെയല്ല. അപ്പം സിദ്ദിഖേട്ടനെ നല്ല വിളിച്ചില്ല ഹ്യൂമർ ഇത് എന്റർടൈനർ. ഞാൻ പറഞ്ഞു അത് ലിഫ്റ്റ് ചെയ്തതായിട്ടാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ ട്രെയിലറിൽ വന്ന ഡയലോഗ് ഭയങ്കര രസമാണ്. ഐ എം എ റിച്ച് മാൻ, പ്ലീസ് ഷോ സം റെസ്പെക്ട് എന്ന് പറയില്ല. അത് ശരിക്കും ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞേ, ഇത് അതന്നേരം ആദ്യം സ്ക്രിപ്റ്റിലില്ലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഇത് ചെയ്തിപ്പം ബേസിക് എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പം ബേസിക് വന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞാലോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം കൊള്ളാം. കാരണം അത് വെറും ഒരു ഡയലോഗ് മാത്രമല്ല, ആ ഡയലോഗില് ആ ക്യാരക്ടർ അതിന്റെ ഒരു സാധനമുണ്ട്. കാരണം ഇയാളുടെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഒരു കാരണം എവിടെ ചെല്ലുമ്പോ ഞാനൊരു MD ആണെന്ന് പറയുമ്പോൾ നീയോ എന്നുള്ളൊരു ലൈനില്ല. അതുകൊണ്ട് അവസാനം അവന് പറയേണ്ടി വരുവാണ്. അവനെ റെസ്പെക്ട് ചെയ്യണം. അവനൊരു കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ ആദ്യം അവനെ മറ്റുള്ളവർ അംഗീകരിക്കണം. അപ്പൊ അതിന്റെ ഒരു ഇൻസെക്യൂരിറ്റിക്ക് ആ ഡയലോഗ് കറക്റ്റാ. അപ്പൊ വെറും ഒരു ഡയലോഗ് മാത്രമല്ല, ക്യാരക്ടറിനെയും കൂടെ അതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. ഇതില് പോസ്റ്ററിൽ കാണുമ്പോ എന്തോ ഒരു ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു ലുക്ക് ഉണ്ട് ഇപ്പം ബൈചേട്ടനായിട്ട് കാണുന്നതില്. എന്താ ഇതില് ക്യാരക്ടറിനെ കുറിച്ച് സൂചന എന്തായിരിക്കും? നേരത്തെ ജിത്തു പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻകം ടാക്സ് ഓഫീസറാണ് ഇയാള്. വളരെ നല്ല ജോലിയോട് നീതി പുലർത്തുന്ന നല്ല മിടുക്കനായിട്ടുള്ള ഒരു ഓഫീസറാണ്. പക്ഷെ അവിടെ നിന്ന് പിന്നെ ഇയാൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വരും. ആ വരുമ്പോഴുണ്ടാവുന്ന ശരിക്കുണ്ടല്ലോ സിറ്റുവേഷൻ മനസ്സിലായോ? എനിക്ക് മനസ്സിലായി.
ഈ ക്യാരക്ടറിന് ഒരിടത്ത് മാത്രമേ ടെൻഷൻ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ ഓക്കെ ആ ഒരു പോയില്ല, ബാക്കി ഇതൊന്നും പറയാനും വയ്യ. ഒരക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൊളി. എല്ലാം പൊളിയല്ലേ, സ്പോയിലേഴ്സ് ആവും അല്ലേ. അതാണ് ഇതൊരു ഹ്യൂമർ ആണെങ്കിൽ ശ്രദ്ധിച്ചത്. ഹ്യൂമർ ആണെങ്കിൽ ഇതിന്റെ ഈ പ്ലോട്ട് ഭയങ്കര രസമുണ്ട്. ഒരു റെയ്ഡ് നടക്കുന്നു, പിന്നെ എന്തൊക്കെയോ സംഭവിക്കുന്നു, നമ്മൾ അങ്ങനെ കാണാത്ത ഒരു പ്ലോട്ടാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഒരു രസമുണ്ട്. പിന്നെ ഇപ്പം താങ്കളെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് സിനിമ ഇറങ്ങിയ മിനിമം ഗ്യാരണ്ടീഡ് ആണ്, ഹിറ്റ് ആണെന്നുള്ള കാര്യത്തിൽ ആൾക്കാർക്ക് സംശയമില്ല. അതൊരു എക്സ്ട്രാ പ്രഷറോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം തരുന്നുണ്ടോ? ഹിറ്റ് ആക്കാനൊന്നും എനിക്കറിയാൻ പറ്റില്ല. നമ്മള് ഒരു ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ 2 കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആൾക്കാർ തിയേറ്ററിൽ നിന്ന് അയ്യേ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ പാടില്ല, അങ്ങനത്തെ ഒരു സിനിമ ചെയ്യരുത്. രണ്ടാമത്, എൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് പറയാണ് എനിക്ക് പൈസ പോയില്ല കേട്ടോ, ഞാൻ ഹാപ്പിയാണ്. അതിന് മുകളിലേക്ക് കിട്ടുന്നതെല്ലാം ബോണസാണ്. ഇപ്പൊ പ്രൊഡ്യൂസർ വന്നിട്ട് പറയും എനിക്ക് 15 കോടി അല്ല 10 കോടി രൂപ ലാഭം കിട്ടിയത് സന്തോഷം. ഇപ്പൊ ആൾക്കാർ വന്നിട്ട് പറയാ കൊള്ളാം നല്ല സിനിമയാണ്, ഹാപ്പി. അപ്പൊ എന്ന് പറയാ ഓ ഗംഭീര സിനിമയാണ്, വളരെ സന്തോഷം. പക്ഷെ ബേസ് സാധനം ഒരു ഡീസന്റ് സിനിമ ചെയ്യുക. നമ്മളൊരു സിനിമ, ഒരു നല്ല സിനിമ ചെയ്തു, അത് ഹിറ്റാവുമോ അത് ഏത് രീതിയിൽ കളക്ട് ചെയ്യുമോ അത് എനിക്കറിയാൻ മേല. ഇപ്പം അത്രയും ഇത് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരുന്ന ദൃശ്യം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തേ, മനസ്സിലായോ? നമുക്കത് അറിയില്ല. അപ്പോഴും ദൃശ്യം ചെയ്യുമ്പോഴും മെമ്മറി ചെയ്യുമ്പോഴും എല്ലാ സിനിമ ചെയ്യുമ്പോഴും ഇതൊരു നല്ല സിനിമയാന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ലൈഫ് ഓഫ് ജോസൂട്ടി ദൃശ്യം കഴിഞ്ഞിട്ട് ഉടനെ വന്നപ്പം ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ആ ലെവലിൽ ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്തില്ല. പക്ഷെ എനിക്ക് ആ സിനിമ എന്റെ പ്രിയപ്പെട്ട, എനിക്ക് വളരെ പ്രിയപ്പെട്ട, എനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു സിനിമയാണ് അത്. ഇപ്പോഴും എന്തോരം ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നത് എന്ത് നല്ല സിനിമയാണ്, അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന് ഇപ്പൊ ഒന്നാന്തരം ഉദാഹരണം എല്ലാവരും മുമ്പിലുള്ള ദേവദൂത് എന്ന് പറയുന്ന സിനിമ, അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഞാനും അറിയിച്ചിട്ടുണ്ട് ഈ പടം തന്നെയാണ്. കാരണം ഇപ്പൊ ആൾക്കാർ വെൽ റിസീവ്ഡ് ആയിട്ട് ഇപ്പൊ തിയേറ്ററിൽ ഓടുന്നു. ചില പടങ്ങൾക്ക് അങ്ങനെയാണ്. ചില പടം ഓടുന്നത് കാണുമ്പോൾ നമ്മൾ ഇത് എങ്ങനെയത് ഓടുന്നത്, സിനിമയ്ക്ക് വേറൊരു അല്ലെ ഒരു ഇതാണ്. അതെ, സിനിമ ഓരോ പ്രേക്ഷകർക്കും പിന്നെ ഓരോ രീതിയും കൂടെ ആണല്ലോ, ആൾക്കാരെ അതിന്റെയും കൂടെ ഉണ്ട്. ഇപ്പം മനോജേട്ടനെ ശ്രദ്ധിക്കാൻ എനിക്ക് കാണുമ്പോൾ എനിക്ക് പഴയ നിങ്ങൾ ചെറുപ്പത്തിൽ ഈ അഴിഞ്ഞാടി കുറെ സിനിമകളുണ്ടല്ലോ, അതൊക്കെയാണ് ഓർമ്മ വരിക. പിന്നെ ഇപ്പൊ നമ്മളിവിടെ കേട്ടു മറ്റേ അനന്തപുരത്തിൽ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നത്. ഈ സർഗത്തിലെ കഥാപാത്രവും ഈ കഥാപാത്രവും ഉള്ളിൽ നിന്ന് പോകായികയുണ്ടോ? അത് നിങ്ങളെ കുറച്ച് പ്രൊമോഷനായിട്ട് 2 ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതിനകത്ത് പല ചോദ്യങ്ങളും ദിഗംബരനും കുട്ടന്തമ്പാനും വന്നു പോകുന്നുണ്ട്. അതിന്റെ ഒരു ഹാങ് ഓവറിൽ ഞാൻ അറിയാതെ ചിലപ്പോൾ അവിടെ ഒന്ന് പാടിയതായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും അത് നോക്കാറൊന്നുമില്ല. എന്നാലും ഈ എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടല്ലോ. അപ്പം തിരിഞ്ഞു നോക്കുമ്പോഴേ ഇപ്പൊ പലതരം ജോണർ ഷിഫ്റ്റുകൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട് പലതരം ഡയറക്ടേഴ്സിന്റെ കൂടെ. ഇപ്പം ഹരിഹരൻ സാറിന്റെ കൂടെ, ഭരതൻ സാറിന്റെ കൂടെ, പിന്നെ ഇങ്ങോട്ട് വന്നാൽ അല്ലാത്ത ആക്ഷൻ സിനിമകളൊക്കെ ചെയ്യുന്നു, കോമഡി സിനിമകൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടൊരു ഏറ്റവും കംഫർട്ടബിൾ ജോണർ ഏതായിരിക്കും? അങ്ങനെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കാൻ പാടില്ലെന്നോ എനിക്കൊരു ആക്ടർ എന്നുള്ള രീതിയിൽ. ഇന്നത് നമ്മൾ അതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് നമ്മൾ ചിന്തിച്ച് അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പാടില്ലെന്ന് എൻ്റെ അഭിപ്രായം. എനിക്ക് വരുന്നത് ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഏത് ടൈപ്പ് ഓഫ് ആണെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എൻ്റെ കുറേ കാലത്ത് വലിയ ആഗ്രഹമായിരുന്നു. ഈ ഹ്യൂമർ ടച്ചുള്ള ക്യാരക്ടേഴ്സ് ഒന്നും എനിക്ക് വരുന്നില്ല. 2010 വരെ. 2011 ആയപ്പോൾ സീനിയേഴ്സ് വൈശാഖിനെ രണ്ടും കൽപ്പിച്ചിട്ടപ്പോൾ ഞാൻ പ്രതീക്ഷയില്ലാതെ ആ ക്യാരക്ടർ അത്രയും ഭയങ്കര സിദ്ധിക്കൊണ്ട സിനിമയായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ അതിലൂടെ എനിക്ക് ഒരു ചെറിയ ട്രാക്ക് തുറന്നു തന്നു. കാരണം പിന്നെ മല്ലു സിംഗ് ആയി, വിനീത് ശ്രീനിവാസിന്റെ തട്ടത്തിൻ മറയത്തിൽ വന്നു. അങ്ങനെ നേരത്തിന് ശേഷം എല്ലാം സീനിയേഴ്സിന് ശേഷം. ഇപ്പൊ സീനിയേഴ്സ് ആണ് ശരിക്കും ആ ഒരു എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തന്നത്. അതുവരെയുള്ള നമ്മൾ പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും കാര്യങ്ങളും വലിയ ലെജൻസിൻ്റെ കൂടെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹാസ്യരസ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങളെപ്പോലുള്ള പല മാധ്യമ സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിലേക്ക് വരാത്ത കോമഡി റോൾസ്. അപ്പോൾ ആരെങ്കിലും വിളിക്കേണ്ട ധൈര്യമായിട്ട് ഈടെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് വൈശാഖിനെ ഞാൻ എപ്പോഴും ആ ഒരു മനസ്സിലാ നന്ദി എനിക്കുണ്ട് വൈശാഖിനോട്. അത് ധൈര്യമായിട്ട് എന്നെ അതിലിട്ടു, അത് കറക്റ്റായിട്ട് വർക്കൗട്ടായി. അപ്പോൾ അങ്ങനെ ആണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നുണക്കുഴി വരെ എത്താനും ചിലപ്പോൾ അതിലൊക്കെ കാരണമാക്കി. ഇങ്ങനെയുള്ള പല ക്യാരക്ടേഴ്സും എന്നെ ജിത്തുവും കണ്ടു കാണും. അല്ല എൻ്റെ പഴയ സീരിയസ് ക്യാരക്ടർ മാത്രമാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇടാൻ സാധ്യതയില്ല. ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇപ്പം നേരൊക്കെ കണ്ടതായിരിക്കും. നേരം കണ്ടിട്ടില്ല. അപ്പൊ അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീഡ് റേറ്റ് ചെയ്യാൻ ചിരിച്ച ഒരു വളരെ സട്ടിലായിട്ട് അൽഫോൻസ് പുത്രന്റെ ആദ്യ സിനിമയാണത്. എനിക്ക് ആ സിനിമ ഇത്ര ഭയങ്കരമായിട്ട് ഇത് തിയേറ്ററിൽ വർക്ക്ഔട്ട് ആവുമെന്ന് അറിയില്ലായിരുന്നു. രണ്ട് ദിവസത്തെ വർക്കിന് എന്നെ വിളിച്ചത് ആ ക്യാരക്ടർ ഒരു ഭയങ്കര ഗുണ്ടായുസൊക്കെ കൊണ്ട് നടക്കുന്ന ഒരാള്, പക്ഷെ ആള് ഫൂളാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് വിഡ്ഢിതൊക്കെ പറയുന്നുണ്ട്. അത് ഭയങ്കര ഹ്യൂമർ ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. ഇന്ന് എല്ലാ ട്രോളുകളിലും ഈ CD റൈറ്റ് എന്ന് ചോദിക്കുന്ന ആ മുഖം വെച്ച് ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. അത് കാണുമ്പം എനിക്ക് അതിശയമാണ്. കാരണം ചിലപ്പം ഇപ്പം ജിത്തു പറഞ്ഞ ചില പടങ്ങൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പടങ്ങൾ
ഭയങ്കരമായിട്ട് ഓടുന്നു, ഇതെങ്ങനെ ഓടുന്നു എന്ന് പറയുന്ന പോലെ എനിക്ക് ഈ സിനിമ ചെയ്യുമ്പോൾ ഇതൊക്കെ വർക്കൗട്ട് ആവുമോ, ഈ കോമഡി റേറ്റ് എന്ന് ചോദിച്ചാൽ അതിന് ചിരി വരുമോ എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പം അൽഫോൻസ് പുത്രൻ എവിടെ നിൽക്കുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് ആ കാലത്ത് പോലും. അപ്പോൾ അതാണ് അവരുടെയൊക്കെ ബ്രില്യൻസ്, അതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വലിയ ലെസനാണ്. നമ്മൾ അങ്ങനെയുള്ള എല്ലാത്തരം ആളുകളോടും വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, വലിയ പാഠമാണ്. എന്തായാലും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. പിന്നെ നിങ്ങളും അടുത്താണല്ലോ അല്ലെ, ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് കൊടുത്തല്ലേ ഒരേ കഥകളൊക്കെ പറഞ്ഞിട്ട്. എന്നാലും പ്രേക്ഷകരോട് സിനിമയെ കുറിച്ച് 2 വാക്കുകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അല്ല, നിങ്ങൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് വന്ന് ഫാമിലിയോടുകൂടി വന്ന് കാണാവുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് ഇപ്പം ഞാൻ ഇതിൻ്റെ ഡയറക്ടർ ആയതുകൊണ്ട് ഇതിനകത്ത് എന്നാ പറയുക, ത്രില്ലറാണെന്നോ സസ്പെൻസോ അങ്ങനെയൊന്നും പ്രതീക്ഷ വരണ്ട. ഇതൊരു ഫൺ സിനിമ, ഒരു എൻ്റർടൈനർ, ഒരു ഹ്യൂമർ ബേസ്ഡ് സിനിമയാണ്. ഒരു 2-2.5 മണിക്കൂർ നിങ്ങളൊന്ന് ബാക്കി എല്ലാ ടെൻഷനും ഇറക്കി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ വരുന്ന ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സിനിമയായിരിക്കും. അത് ആ ഒരു വിശ്വാസം ഞാൻ കൊണ്ട്, ബാക്കി നിങ്ങൾ അവർ വന്ന് സിനിമ കണ്ടിട്ടാണ് തീരുമാനിക്കുന്നത്. കഴിയുന്നതും തിയേറ്ററിൽ തന്നെ വന്നത് കാണാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ്. പൊതുവേ ജിത്തു സാറിൻ്റെ USP ആണ് ഇതിൽ ട്വിസ്റ്റ് ഇല്ല, ഇങ്ങോട്ട് വരണ്ടാന്ന്. ഇപ്പൊ ഇതിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്, വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ടാന്ന്. സ്ഥിതിക്ക് എന്താ പറയാനുള്ളത്? നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ മടുത്ത് കാണും എന്ന് പറയില്ല. നമുക്കിതിങ്ങനെ ഈ പ്രൊമോഷണൽ പരിപാടിക്ക് വേണ്ടി വന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് മടുക്കുന്നതല്ല. നമുക്ക് അങ്ങനെ ഒരു മടുപ്പില്ല. ഈ ഒരു സിനിമ നമ്മൾ അഭിനയിച്ചാൽ അത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെ ഇത്തരം പ്രൊമോഷൻ പരിപാടികൾക്ക് വരുന്നത്. കാരണം ഇത് കണ്ട് നമ്മൾ ഈ സംസാരിക്കുന്നത് കേട്ട് ഈ സിനിമയെ പറ്റി ഒരു ഹോപ്പ് ഉണ്ടായി, അങ്ങനെ വേണം ആളുകൾ തിയേറ്ററിലേക്ക് എത്താൻ. അങ്ങനെ തിയേറ്ററിലേക്ക് ആളുകളെ വരുത്താൻ വേണ്ടി തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ പേടിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞു തന്നെ പറഞ്ഞ് അത് കേട്ട് ആളുകൾക്ക് മടുക്കുമോ എന്നുള്ളൊരു ഭയം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് മടുപ്പൊന്നുമില്ല. ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സിനിമകളിൽ വന്ന് ഇരുന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. വളരെ കുറച്ച് സിനിമകളെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞു. ഇപ്പം നേര് എന്ന് പറയുന്ന സിനിമ, കാരണം എനിക്ക് അത്രയും വലിയ റോളും അത്രയും ഒരു പ്രാധാന്യമുള്ള കഥാപാത്രവും കിട്ടിയ സിനിമയാണ്. അതിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്, നിങ്ങൾ കാണണമെന്ന്. അതുപോലെ തന്നെയാണ്, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും. നിങ്ങൾ ഇത്തരം ഒരു സിനിമ ചിലപ്പോൾ ഇതിനു മുമ്പ് ഈ അടുത്ത കാലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് നിന്നല്ല, നിങ്ങൾ കണ്ട സിനിമയിൽ നിന്നും ഒരുപാട് മാറ്റമുള്ള, ഒരുപാട് വ്യത്യാസമുള്ള ഒരു പ്രമേയമായിട്ടാണ് ഇത്തവണ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഈ സിനിമ കാണുക, വിജയിപ്പിക്കുക. ചിരിച്ചു മറിയാൻ തയ്യാറായിട്ട് വരാം അല്ലേ? ഓഗസ്റ്റ് 15 എല്ലാവരും ചിരിച്ചു മറിയാൻ റെഡി ആയിട്ടിരുന്നു. നുണക്കുഴിയല്ലാന്ന് ചിരിക്കുഴിയായിരിക്കും. ആ ചിരിക്കുഴിയിൽ നിങ്ങൾ എല്ലാവരും വീഴട്ടെ. സന്തോഷം. സിനിമ എല്ലാവരും സ്വീകരിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.